ഇങ്ങേയറ്റം പോലെ അങ്ങേറ്റം വരെ നടക്കും, ഓരോ ഷോപ്പിലും കയറി ഇറങ്ങും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ച്. അപ്പം നമ്മൾ അവരോട് പറയുന്നത് അവർ പറയും നമുക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറയും. ഞാൻ പറയും ഞാൻ നിങ്ങളെക്കൊണ്ട് മേടിപ്പിക്കാൻ വന്നതല്ല, ഞാനിങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ തന്നെ ആവശ്യമുണ്ട് അപ്പം വിളിക്കാൻ മടിക്കരുത്. യഥാർത്ഥത്തിൽ ഇത്തരം മാനിക്യൂനുകൾക്ക് ഒരു കേരളീയ ഭാവമാണോ നല്ലത്? അല്ല, ഒരു സൗത്ത് ഇന്ത്യൻ തനിമ. നമ്മൾ കണ്ടാൽ മലയാളി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയല്ലേ, ആ രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മൾ ഇതിനെ റെഡിയാക്കൊണ്ട് വരുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ സാരി ഷോപ്പിനൊക്കെ നമ്മൾ അയക്കുന്നത് ഇന്ത്യൻ സ്ത്രീകളെ പോലെ തോന്നുന്ന മുഖത്തിൻ്റെ ഷേപ്പ്, ആ മുടിയുടെ ഷേപ്പ് അത് ഇന്ത്യനൈസ് ചെയ്ത് എടുക്കണം. അപ്പം കേരള ഇപ്പം ദുബായിലൊക്കെ ഉള്ള കുറേ മലയാളികളില്ലേ അവിടെയുള്ളതിൽ അല്ലെ സൗത്ത് ഇന്ത്യക്കാരുടെ ആ രൂപത്തിലും ഭാവത്തിലും ഈ സാധനം ചെയ്ത് കൊടുത്താലേ ഉള്ളൂ അവർക്ക് അവരുടെ സാരി കൂടുതൽ വിൽക്കാൻ പറ്റും. അവരുടെ സാരിയോ അവരുടെ ഡ്രസ്സ് ചുരിദാർ ഈ വക സാധനങ്ങൾ വിൽക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ തനിമയോടെ ഇരിക്കണം. ഒരു നോർത്ത് ഇന്ത്യനോ അല്ലെങ്കിൽ ഒരു നേപ്പാളിയെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ സാധിക്കുകയല്ലോ. അതുകൊണ്ടാണ് നമ്മളോടുള്ള മറ്റുള്ള മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഈ സാരിയുടെ ഷോപ്സൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക്. 5 ഘട്ടമായാണ് ഒരു മാനിക്യൂനിൻ്റെ നിർമ്മാണം. തുടക്കം മുതൽ ഒടുക്കം വരെ ചാണ്ടിക്കുഞ്ഞിൻ്റെ കണ്ണുകളും കരങ്ങളും ഉണ്ടാകണം. ആദ്യം വേണ്ടത് സ്കെച്ച് ആവശ്യക്കാരുടെ അഭിപ്രായമനുസരിച്ച് തയ്യാറാക്കിയെടുക്കുക എന്നതാണ്. തുടർന്ന് അത് ജീവനക്കാരോട് വിശദീകരിക്കുന്നു. പിന്നീട് അത് മോൾഡാക്കി മാറ്റുകയാണ് രീതി. മോൾഡിലൂടെ ഫൈബറും സിന്തറ്റിക്കും കൊണ്ട് മോഡലിൻ്റെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. കൈകാലുകൾ, ഉടൽ, തല, കൈക്കുഴ, പാദം, അങ്ങനെ 5 മുതൽ 10 വരെ ഭാഗങ്ങൾ ഒരു മാനിക്യൂനിനുണ്ടാവും. പിന്നെ ഇവ ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം പെയിന്റ് ചെയ്ത് നൽകുകയാണ് രീതി. പെയിന്റിങ്ങും പല രീതിയിലുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ മോൾഡുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ മോൾഡ് ചെയ്തെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അത് പിന്നെ പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ ആർട്ട് വർക്ക്, പുരികം, കണ്ണ് ഇതൊക്കെ വരച്ച് റെഡി എടുക്കുന്നതിനാണ്, അതാണ് ആർട്ട് വർക്ക്. ഒരു മോൾഡിൽ നിന്ന് എത്ര എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു മോൾഡിൽ നിന്ന് ഒരു 50 പീസ് മുതൽ 100 പീസ് വരെ മാക്സിമം. പിന്നെ അത് പുതിയത് പിന്നെ ഉണ്ടാക്കണം. ഇതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്? ഇത് സിന്തറ്റിക് റെസിനും ഫൈബർ ഗ്ലാസ് വിത്ത് കെമിക്കൽസ്. വസ്ത്രവിപണിയിലേക്ക് എത്തുന്ന ഈ ഡമ്മികൾ ആടയാഭരണങ്ങൾ അണിയുമ്പോൾ അത് കാഴ്ചക്കാരുടെ പ്രതിരൂപമായി തന്നെ തീരണം. അതുകൊണ്ട് തന്നെ വസ്ത്രവിപണിയുടെയും ആഭരണ വിപണിയുടെയും അനിവാര്യ ഘടകമാണ് ഇത്. മാത്രമല്ല ഫാഷൻ ടെക്നോളജി പഠനത്തിനും പരീക്ഷണത്തിനും ഇവ അനിവാര്യമായിരിക്കുന്നു. കുട്ടികൾക്ക് തുണികൾ തുന്നിച്ചേർക്കുന്നതിനും ഫാഷൻ ശൈലി കണ്ടെത്തുന്നതിനുമൊക്കെ ഇത്തരം ഡമ്മികളാണ് പുതിയ തലമുറ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള അതിലാണ് അവർ ഡിസൈൻ ചെയ്ത് പഠിക്കുന്നത്, സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന, കട്ടിങ്ങും ഒക്കെ പഠിക്കാനായിട്ടുള്ള അതിലാണ് അവർ പഠിക്കുന്നത്. അല്ല, ഇപ്പോൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വിഗ് ഉള്ളതും ഇല്ലാത്തതും കാണുന്നുണ്ടല്ലോ, അതിൽ എന്താണ് വ്യത്യാസം? നാച്ചുറൽ കളറിന് മാത്രമേ ഉള്ളൂ വിഗ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ.
അല്ലാതെ വിഗ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് ബൾബ് ഫേസ് ആയിട്ടുള്ളതുകൊണ്ട് അതിനപ്പോൾ കണ്ണില്ല, മൂക്കില്ല, ഫീച്ചേഴ്സ് ഇല്ല. ഗാർമെൻറ്റ്സ് ഷോപ്പുകാർക്ക് അവർക്ക് ഡ്രസ്സാണല്ലോ കാണിക്കേണ്ടത്. ഡ്രസ്സ് കറക്റ്റായിട്ട് കാണിക്കുമ്പോഴത്തേനും അവർക്ക് കണ്ണും മൂക്കും തലയൊന്നും വേണമെന്നുള്ള അവർ ഓരോരുത്തരുടെ കോൺസെപ്റ്റാണ്. ചിലർക്ക് തലയെ വേണ്ട, വിതൗട്ട് ഹെഡാണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് കാണിക്കലാണ് അവരുടെ മുഖ്യം. അവർക്ക് വിൽക്കേണ്ടത് അവരുടെ ഗാർമെൻറ്റ്സ് ആണല്ലോ. ഇന്ന് മാനക്യൂനുകൾക്ക് കാലാനുസൃത മാറ്റം നൽകിക്കഴിഞ്ഞ ചാണ്ടിക്കുഞ്ഞ് ആധുനിക തലമുറയുടെ ആവശ്യങ്ങളും അറിയുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ഉന്നത വിജയം നേടിയ മകൻ അലക്സ് ചാണ്ടി ഈ സംരംഭത്തോട് കൈകോർക്കുമ്പോൾ പുതുതലമുറയുടെ വീക്ഷണവും ഇവിടെ സമന്വയിക്കുകയാണ്. ഇന്ത്യൻ മാനക്യൂനുകൾക്ക് ഒരു നൂതന ഭാവം പകരുവാൻ അതുകൊണ്ട് തന്നെ കഴിയുന്നു. അലക്സ് അങ്ങനെ ഓരോ നിർമ്മാണത്തിലും പരോക്ഷമായി ഭാഗഭാക്കാവുകയുമാണ്. നിലവിൽ അങ്ങയുടെ പ്രധാന ക്ലയൻസ് ആരൊക്കെയാണ്? ലുലു സെലിബ്രേറ്റ് നമ്മുടെ കൊച്ചി, പിന്നെ ഷീമാട്ടി, ജയലക്ഷ്മി. ക്ലയൻസ് ആവശ്യപ്പെടുന്നതനുസരിച്ച് രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തുമോ? സാരിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവർക്ക് ഏത് സൈസ് ബോഡി ഷേപ്പ് വേണം, ആ വിധത്തിൽ അവർക്ക് എങ്ങനെ ആവശ്യമുണ്ടോ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. അവരുടെ ഇൻറ്റീരിയറുമായിട്ട് ഒത്തുപോകുന്ന കളർ. ചിലപ്പം അവർക്ക് വെറും ബ്ലാക്ക് ആയിരിക്കും വേണ്ടത്, ചിലപ്പം ഗ്ലോസി ബ്ലാക്ക് ആയിരിക്കും വേണ്ടത്, അവർക്ക് വേറെ ഷേപ്പ് ആയിരിക്കും വേണ്ടത്. അതൊക്കെ അവരുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാം ഇന്ത്യൻ രീതിയിലാണോ നിർമ്മിക്കുന്നത്? ഓരോ രാജ്യത്തും ഓരോ ബോഡി ഷേപ്പാണ്. യൂറോപ്യൻ ഉണ്ട്, അമേരിക്കൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചുള്ള നമ്മൾ ഇവിടെ തന്നെ കൂടുതലുണ്ടാക്കുന്നത്. ഇറക്കുമതി സാധനങ്ങളും വിപണിയിൽ സാധാരണ കാണാറുണ്ടല്ലോ. ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് അതിന് കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ. പിന്നെ എയർ ലിഫ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെതൊക്കെ ആവുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ബെസ്റ്റ്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഏതൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്? UAE കൺട്രീസിലുണ്ട്, പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാം യൂറോപ്യൻ കൺട്രീസിലൊക്കെ അയച്ചിട്ടുണ്ട്. ഈ രംഗത്തേക്ക് മെക്കനൈസേഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അല്ലേ? മെക്കനൈസേഷൻ ഇതുവരെ ലോകത്ത് എവിടെയും ആക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഷേപ്പ് മാത്രം നമ്മളൊരു ഒരു മെക്കനൈസേഷൻ ആക്കുകയാണെങ്കിൽ 1000 പീസൊക്കെ ഒരേ ടൈപ്പ് ഉണ്ടാക്കണം. എല്ലായിടത്തും ഏത് ഷോപ്പിൽ പോയി നിൽക്കാൽ അതുപോലെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈലിനും ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് മാനിക്യൂന് അധികം പോകാതിരിക്കുന്നത്. സമകാലിക ആവശ്യത്തിനൊത്ത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത ഡിസൈനിങ് രീതിയാണ് ചാണ്ടിക്കുഞ്ഞ് ആവിഷ്കരിക്കുന്നത്. അതിനായി സ്റ്റാഫിന് പ്രത്യേക നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകുന്നു. ഈ കൂടിയാലോചനകളിലൂടെയാണ് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുന്നതും പുത്തൻ മാതൃകകൾ ആവിഷ്കരിക്കുന്നതും. ഈ ജുവലറികൾക്ക് പ്രത്യേക രീതിയിലുള്ളത് നൽകുന്നുണ്ടോ? അത് ഇവിടുന്ന് പിന്നെ ഈ തല മാത്രമുള്ളത്, ഹെഡ് മാത്രമുള്ളത്, വിത്ത് നെക്ക്, ഹെഡ് വിത്ത് നെക്ക്. അതിലും ഈ വിഗ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നത്? മെറ്റീരിയൽ സെയിമാണ്, ഷേപ്പിന് വ്യത്യാസമൊക്കെ. ഈ മനുഷ്യരൂപങ്ങൾക്ക് പുറമെ മറ്റു രൂപങ്ങളും നിർമ്മിക്കാറുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ആനയെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ, അതുപോലത്തെ എന്ത് സാധനങ്ങളും ബോട്ട് ഉണ്ടാക്കുന്ന ഇത് വെച്ച് ഉണ്ടാക്കാം. അതൊന്നും നമുക്ക് പറ്റുകയില്ല. ഇത് നമ്മൾ അതിനുള്ള സമയം ഇല്ല. നമുക്ക് ഇത് തന്നെ കറക്റ്റായിട്ട് ചെയ്യാനുള്ള സമയം തികയുന്നില്ല. കാലത്തിനനുസരിച്ച് ഇതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടോ? ആദ്യം തുടങ്ങിയ കാലത്ത് അത്രയൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെ നോക്കി അങ്ങനെ പല വിധത്തിലും എല്ലാം മനുഷ്യൻ്റെ ബോഡി ഷേപ്പിനനുസരിച്ച് അതുപോലെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിറ്റാവണ്ടേ? ഫിറ്റായിട്ടില്ലെങ്കിൽ അത് അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് ഫിറ്റിംഗ് ആണ് കറക്റ്റായിട്ട് വരേണ്ടത്. അതിന് പറ്റിയിട്ടുള്ള മെഷർമെൻറ്റിൽ, ഷേപ്പിൽ മാനിക്യൂൻ ഉണ്ടാക്കണം. ഈ വ്യത്യസ്ത സഞ്ചാരം മാധ്യമ ശ്രദ്ധയും പുരസ്കാര നേട്ടവുമൊക്കെയാക്കി ചാണ്ടി സാറിനെ മാറ്റിയിരിക്കുന്നു. കർണാടക മാത്രമല്ല, കേരളീയ സംഘടനകളും അദ്ദേഹത്തെ ആദരിക്കുകയാണ്. പത്രത്താളുകൾ വാർത്തയാക്കി. അതുകൊണ്ട് തന്നെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഏറുകയാണെന്ന് ചാണ്ടി സാർ പറയുന്നു. അങ്ങയുടെ ജീവിതം ഇതുവരെ ഒരു വിജയത്തിൻ്റെ പാതയിലാണ് കാണുന്നത്. എന്താണ് ഈ വിജയത്തിൻ്റെ രഹസ്യം? അത് ഇച്ഛാശക്തി, അത് വേണം. അതുകൂടാണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ നല്ല സപ്പോർട്ട്, പിന്നെ സർവശക്തനായ ദൈവത്തിൻ്റെയും കുടുംബത്തിൻ്റെ വലിയ സപ്പോർട്ടുണ്ട്. വൈഫിൻ്റെ വലിയ സപ്പോർട്ടുണ്ട്, മക്കളുടെ വലിയ സപ്പോർട്ടുണ്ട്. അവരെൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും.
അങ്ങനെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കും അന്യദേശത്തേക്കും കടന്നെത്തിയ കലാപരമായ ഈ വിപണി ചാണ്ടി സാറിനെ വ്യത്യസ്തനാക്കുകയാണ്. അധ്വാനവും അന്വേഷണവും പകർന്ന ഒരു ജീവിത വിജയം. ഓഫീസിൽ നിന്നുള്ള ഓരോ മടക്കയാത്രയിലും സമ്മതിച്ചും മാറ്റങ്ങൾ കണ്ടും നീങ്ങുമ്പോൾ ജീവിതം പഠിപ്പിച്ച പാഠം ഓർക്കുകയാണ് ചാണ്ടിക്കുഞ്ഞ്. അധ്വാനവും ഈശ്വരവിശ്വാസവുമായിരിക്കും ഇതിൻ്റെ പിന്നിലല്ലേ? എല്ലാം അവിടുന്ന് തരുന്നത് തന്നെയാണ്. ഇതൊക്കെ അവിടുത്തെ തമ്പുരാൻ്റെ എന്താണ് ദാനം, അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അങ്ങേക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്? ചതി വഞ്ചന ഇല്ലാതെ സത്യസന്ധമായ രീതിയിൽ ജോലി ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ലോകത്തിൽ മുന്നേറാൻ പറ്റും, നമ്പർ 1 ആകാൻ പറ്റും, അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കർമ്മകുശലതയുടെയും അധ്വാനത്തിൻ്റെയും ഒരു ദിനം അവസാനിക്കുമ്പോൾ അതിന് ചാണ്ടിക്കുഞ്ഞ് നന്ദി പറയുന്നത് എല്ലാം തരുന്ന ഈ സർവശക്തന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ പൊരുതാനും അധ്വാനിക്കാനും ചാണ്ടിക്കുഞ്ഞിനാവും. അതിനുള്ള പടവുകൾ ഇനിയും കയറുകയാണ് അദ്ദേഹം. മാനിക്വിൻ വിപണിയിലൂടെ ശ്രദ്ധ നേടാൻ ചാണ്ടിക്കുഞ്ഞിന് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.